എത്ര കണ്ടാലും മതി വരാത്തതാണ് ആനയും കടലും. യുവതലമുറയിലെ ആനപ്രേമികളുടെ ഭാഷയിൽ പറഞ്ഞാൽ കൊലിസിട്ട പെണ്ണിന്റെ പിന്നാലെ നടക്കുന്നതിനേക്കാൾ ഇഷ്ടം തല ഉയർത്തി നടക്കുന്ന കൊമ്പനൊപ്പം നടക്കാനാണ്. ഈ വീഡിയോയിൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നാടൻ ആനകളിൽ ഉയരം കൊണ്ടും അഴകുകൊണ്ടും പ്രശസ്തി കൊണ്ടും പേരുകേട്ട 10 നാടൻ ആനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ വീഡിയോ മുഴുവനും കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഗജസൗന്ദര്യം എന്താണെന്ന യുവതലമുറയിലെ ആനപ്രേമികൾക്ക് കാണിച്ചു കൊടുത്ത ഗജരാജൻ തിരുവമ്പാടി ശിവസുന്ദറിന് പ്രണാമം. നീ ആളൊരു കൊമ്പനാടാ, കടക്കലെ വെട്ടിയാരും തല ഉയർത്തി നിൽക്കും, അതാടാ ചങ്കൂറ്റം. 10ാം സ്ഥാനത്ത് വൈലാശ്ശേരി അർജുനൻ. നിലമ്പൂർ കാടുകളുടെ സന്തതിയായ വൈലാശ്ശേരി അർജുനനാണ് 10ാം സ്ഥാനത്ത്. കേരളത്തിലെ പ്രശസ്തമായ എല്ലാ പൂരങ്ങളിലെയും നിറസാന്നിധ്യമായ അർജുനന് 10 അടിക്കടുത്ത് ഉയരമുണ്ട്. 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ടെങ്കിലും ഇന്നും യൗവനത്തിന്റെ ചോരത്തിളപ്പുമായി ഉത്സവ പറമ്പുകളിൽ സജീവമാണ് ഈ കൊമ്പൻ. മലപ്പുറം ജില്ലയിലെ വൈലാശ്ശേരി എന്ന ഗ്രാമത്തെ ഉത്സവ കേരളത്തിന് ഒഴിച്ചുകൂടാനാവാത്തതാക്കി മാറ്റിയ തനി നാട്ടിൻപുറത്തുകാരൻ. വൈലാശ്ശേരി കാളിമുത്തപ്പൻ ക്ഷേത്രത്തിലെ അരുമയാണ് ഈ ഗജകേസരി. തൃശൂർ പൂരം ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവ പൂരപ്പറമ്പുകളിൽ പോയാലും തിടമ്പാനയായും കൂട്ടാനയായും ഇവനെ കാണാം. ഒൻപതാം സ്ഥാനത്ത് പട്ടാമ്പി മണികണ്ഠൻ. നിലമ്പൂർ കാടുകൾ ആന കേരളത്തിന് സമ്മാനിച്ച സഹ്യപുത്രൻ പട്ടാമ്പി മണികണ്ഠനാണ് 9ാം സ്ഥാനത്ത്. യുവതലമുറയിലെ ആനപ്രേമികൾക്ക് അധികം പരിചയമില്ലാത്ത ഈ കൊമ്പൻ പാലക്കാട് ഭാഗത്തെ ഉത്സവപൂര പറമ്പുകളിൽ സജീവമാണ്. ചോരത്തിളപ്പിൽ കാണിച്ചുകൂട്ടിയ ചട്ടമ്പിത്തരത്തിന് പരിഹാരമെന്നോണം രൗദ്രഭീമന്റെ വേഷം അഴിച്ചുവെച്ച് സമാധാനപ്രിയനായി ഒരു ദേശത്തിന്റെ തന്നെ അഭിമാനമാവുകയാണ് ഈ കൊമ്പൻ. കേരളക്കര കണികണ്ട സഹ്യപുത്രന്മാരിൽ അഴകെന്ന 3 അക്ഷരത്തിന് അവകാശം പറയാവുന്ന നിറകുടമായ പുത്തൻകുളം കേശവനാണ് 8ാം സ്ഥാനത്ത്. ശബരിമല കാടുകളുടെ സന്തതിയായ ഇവൻ പുത്തൻകുളം ആനത്തറവാട്ടിലെ സൂപ്പർ സ്റ്റാർ ആണ്. ആരെയും ആകർഷിക്കുന്ന ഗജസൗന്ദര്യം വേണ്ടുവോളം കിട്ടിയിട്ടുള്ള ഇവന് ആവശ്യക്കാരേറെയാണ്. എങ്കിൽ പോലും പാമ്പാടി രാജനും ഈരാറ്റുപേട്ട അയ്യപ്പനും തൃക്കടവൂർ ശിവരാജവും ഉൾപ്പെടുന്ന നാടൻ ആനച്ചന്തങ്ങളെ നെഞ്ചിലേറ്റുന്ന മലയാളി ഇവന് ആന കേരളത്തിൽ അർഹിച്ച സ്ഥാനം നൽകിയിട്ടില്ല എന്ന് വേണം പറയാൻ. സ്ഥാനത്ത് കോന്നി ആനക്കോട് ആന കേരളത്തിന് സമ്മാനിച്ച ഗജവൈഡൂര്യം വാജിവാഹനപ്രിയൻ മലയാലപ്പുഴ രാജനാണ്. 1976 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിന്റെ സ്വന്തമായ രാജൻ 2 പതിറ്റാണ്ട് കാലം കർപ്പൂരപ്രിയനായ ശ്രീ അയ്യപ്പസ്വാമിയുടെ തിടമ്പേറ്റിയിട്ടുണ്ട്. ഗജലക്ഷണ പെരുമാൾ പാമ്പാടി രാജനുമായി വിദൂര സാമ്യമുള്ള ഈ കൊമ്പൻ തെക്കൻ നാട്ടിലെയും വടക്കൻ നാട്ടിലെയും ഉത്സവ പൂരപ്പറമ്പുകളിൽ സജീവമാണ്. ലക്ഷണ പൊരുത്തങ്ങൾ നോക്കുമ്പോൾ ശരീരത്തിനനുസരിച്ചുള്ള ചെവിയില്ല എന്ന കുഴപ്പം മാറ്റി നിർത്തിയാൽ ഏതു സദസ്സിലും കയറ്റി നിർത്താൻ യോഗ്യനായ ആനയാണ് രാജൻ. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നാട്ടാനകളിൽ വളരെ ഭംഗിയായി നടമടക്കി തൊടാൻ രാജനെ വെല്ലാൻ മറ്റൊരാനയുണ്ടാകില്ല. സർവദേശർക്കും അനുഗ്രഹം ചൊരിഞ്ഞു വാഴും മുല്ലക്കൽ രാജരാജേശ്വരിയുടെ മാനസപുത്രൻ വീരസഹ്യ പ്രജാപതി മുല്ലക്കൽ ബാലകൃഷ്ണനാണ് 6ാം സ്ഥാനത്തുള്ളത്. വളരെ ചെറുപ്രായത്തിൽ കോടനാട് ആനക്കളരിയിൽ നിന്നും പാറമേക്കാവ് ദേവി ക്ഷേത്രത്തിലും പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മുല്ലക്കൽ ക്ഷേത്രത്തിലും എത്തിപ്പെട്ട ബാലകൃഷ്ണൻ അഴകും അളവും ഒരുപോലെ ഒത്തിണങ്ങിയ തനി നാടൻ നാട്ടാനച്ചന്തമാണ്. ഒരു കാലത്ത് KD ലിസ്റ്റിൽ മുൻപന്തിയിൽ പേരുണ്ടായിരുന്ന ബാലകൃഷ്ണൻ ഇന്ന് പഴയ ചട്ടമ്പിത്തരമൊക്കെ മറന്ന് ആരു കണ്ടാലും മോഹിക്കുന്ന നല്ലൊരു ഉശിരൻ ആനയായി മാറിക്കഴിഞ്ഞു.
വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. 5ാം സ്ഥാനത്ത് ഒളരിക്കര കാളിദാസനാണ്. ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആനകളിൽ ഏറ്റവും സുന്ദരനായ ആന ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാവുന്നൊരു പേരാണ് തിരുവമ്പാടി ശിവസുന്ദർ. ഗജലക്ഷണങ്ങളെല്ലാം ഒത്തിണങ്ങിയ പൂരനായകൻ തിരുവമ്പാടി ശിവസുന്ദരുമായി വളരെയധികം സാമ്യമുള്ള ഒരു ആനയാണ് ഒളരിക്കര കാളിദാസൻ. പ്രായം കൊണ്ടും അഴകുകൊണ്ടും കാളിദാസനെ വെല്ലുന്ന മറ്റൊരാന ഇപ്പോൾ കേരളത്തിൽ കാണില്ല. 10 അടിക്ക് മുകളിൽ ഉയരമൊന്നുമില്ലെങ്കിലും ചെറുപ്രായത്തിൽ തന്നെ നാടനാനകളുടെ പ്രത്യേകതയായ നല്ല വിരിവുള്ള പെരുമുഖവും ഇറക്കമുള്ള തുമ്പിക്കൈയും ഇവന്റെ പ്രത്യേകതയാണ്. ഇപ്പോഴത്തെ ചട്ടമ്പി സ്വഭാവമൊക്കെ മാറി കാളിദാസൻ പൂരപ്പറമ്പുകളിൽ സജീവമായാൽ ഇന്നത്തെ പല സൂപ്പർ സ്റ്റാറുകൾക്കും മുകളിലായിരിക്കും കാളിദാസന്റെ സ്ഥാനം. बालाजो जो रे कुलभूषण. 4ാം സ്ഥാനത്ത് കീഴൂട്ട് വിശ്വനാഥനാണ്. കോന്നിക്കാടുകളുടെ സന്തതിയായ വിശ്വനാഥന് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ 10 അടിക്കടുത്ത് ഉയരമുണ്ട്. നല്ല ഉയരവും നാടനാനകളുടെ ഗജസൗന്ദര്യവും ഒത്തുചേർന്ന വിശ്വനാഥന് കേരളത്തിലെ 1ാം നിര ആനകളോടൊപ്പമാണ് സ്ഥാനം. മന്ത്രി ഗണേഷ് കുമാറിന്റെ സ്വന്തമായ വിശ്വനാഥൻ താരത്തിളക്കത്തോടൊപ്പം തന്നെ ഉത്സവപൂരപ്പറമ്പുകളിലെ സൂപ്പർ സ്റ്റാറും കൂടിയാണ്. गंगाधर शंकर करुणाकर माम. 3ാം സ്ഥാനത്ത് എറണാകുളം ശിവകുമാറാണ്. സൃഷ്ടിച്ച ദൈവത്തിനു പോലും അസൂയ തോന്നിപ്പോകും വിധമായിരുന്നു എറണാകുളം ശിവകുമാർ എന്ന ആനയുടെ ഗജസൗന്ദര്യം. ഗുരുവായൂർ ഉണ്ണിക്കണ്ണന്റെ ഗജസേനയുടെ തലവനാകേണ്ടിയിരുന്ന ശിവകുമാർ ഇന്ന് എറണാകുളത്തപ്പന്റെ പൊന്നോമനയാണ്. 10 അടിക്കടുത്ത് ഉയരവും നാടനാനകൾക്ക് വേണ്ട എല്ലാ ലക്ഷണവും ഒത്തിണങ്ങിയ ആനയായ ശിവകുമാർ നിലമ്പൂർ കാടുകളുടെ സന്തതിയാണ്. കഴിഞ്ഞ വർഷം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് പകരം പൂരവിളംബരം ചെയ്യാനായി നെയ്തലക്കാവിലമ്മയെ ശിരസിലേറ്റി തെക്കേ ഗോപുരം നട തള്ളിത്തുറക്കാനായി തിരഞ്ഞെടുത്തത് ശിവകുമാറിനെയായിരുന്നു. ചന്ദനത്തിൻ മണമുള്ള നന്ദനത്തിൽ കൂടികൊള്ളും മന്മധാരി ശിവസുതനി അയ്യപ്പ മാധവന്റെ. 2ാം സ്ഥാനത്ത് അഴകിന്റെ മഴവിൽ കാവടി ഈരാറ്റുപേട്ട അയ്യപ്പനൊപ്പം ഗജപത്മം തിരുവാണിക്കാവ് രാജഗോപാലുമുണ്ട്. കോടനാട് ആനക്കളരിയുടെ സന്തതിയായ അയ്യപ്പനും നിലമ്പൂർ കാടുകളുടെ സമ്മാനമായ രാജഗോപാലും പകരം വയ്ക്കാനില്ലാത്ത നാട്ടാന സമ്പത്തിലെ കണ്ണികളാണ്. ഇന്നത്തെ പാമ്പാടി രാജന്റെ സ്ഥാനത്ത് ആനപ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ആനയാണ് തിരുവാണിക്കാവ് രാജഗോപാൽ. എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയാൽ ഒരുപക്ഷെ അവന്റെ ആയുസ്സിന് തന്നെ ദോഷമാകാമെന്ന് ജഗദീശ്വരൻ തീരുമാനിച്ചതുകൊണ്ടാകാം മനോഹരമായ അവന്റെ കൊമ്പുകൾക്ക് കാലക്രമേണ ചെരിവുണ്ടായി. തിരുവാണിക്കാവ് രാജഗോപാലിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ ഈരാറ്റുപേട്ട അയ്യപ്പൻ എന്ന സഹ്യപുത്രനും ദൈവം ഒരു കുറവ് കൊടുത്തു. 16 നഖക്കാരൻ എന്ന അധമ ലക്ഷണവും മുറിവാലും അയ്യപ്പന്റെ കാര്യത്തിൽ പോരായ്മയായി. എണ്ണം പറഞ്ഞ നാട്ടാനച്ചേകവന്മാർക്കിടയിൽ ഏറെ താരമൂല്യമുള്ള ആനകളായ ഇവരെ സ്വന്തമാക്കാൻ ആനപ്രേമികൾക്കിടയിൽ കടുത്ത മത്സരമാണ്. ഒന്നാം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗജലക്ഷണ പെരുമാൾ പാമ്പാടി രാജനെയും ഗജരാജ മന്നാടിയാർ തൃക്കടവൂർ ശിവരാജുവിനെയുമാണ്. ഇവരെ രണ്ടുപേരെയും 1ാം സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ നോക്കിയ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗജലക്ഷണങ്ങൾ നോക്കിയാൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന നാടനാനകളിൽ എല്ലാ ലക്ഷണവും ഒത്തിണങ്ങിയ കോടനാട് ആനയാണ് പാമ്പാടി രാജൻ. ലക്ഷണങ്ങളെല്ലാം ഒത്തില്ലെങ്കിൽ പോലും ആര് കണ്ടാലും നോക്കിപ്പോകുന്ന കോന്നി ആനകളുടെ വശ്യത വേണ്ടുവോളം കിട്ടിയിട്ടുള്ള ആനയാണ് ശിവരാജു. ഈ 2 ആനകൾക്കും 10 അടിക്ക് മുകളിൽ ഉയരമുണ്ടെങ്കിലും കേരളത്തിലെ ഉയരക്കേമന്മാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ 3ാം സ്ഥാനത്താണ് ശിവരാജുവിന്റെ സ്ഥാനം. മാത്രമല്ല കേരളത്തിലെ നാടനാനകളിൽ ഉയരം കൊണ്ടൊന്നാമൻ.
പ്രായത്തിന്റെ ആനുകൂല്യം ശിവരാജുവിനുള്ളത് കൊണ്ട് തന്നെ ശിവരാജു ഇനിയും ഉയരം വയ്ക്കുവാനും കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആനയാകാനും സാധ്യതയുണ്ട്. നിലവ് നിൽക്കുമ്പോൾ കട്ടികൂടിയ തന്റെ തുമ്പിക്കൈ തറയിൽ മുട്ടിച്ച് വാ പൊളിക്കാതെ മനോഹരമായി നിലവ് നിൽക്കുന്ന പാമ്പാടി രാജനെ കാണുവാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഇക്കാര്യത്തിൽ ശിവരാജു അല്പം പുറകിലാണ്. എങ്കിലും വെറുതെ നിൽക്കുമ്പോൾ പോലും ഇരിക്കസ്ഥാനത്തേക്കാൾ ഉയർന്നു നിൽക്കുന്ന തലക്കുന്നിയുള്ള ശിവരാജുവിന്റെ സ്ഥായി നിലവ് മറ്റേതാനയേക്കാളും ആകർഷണമാണ്. പാമ്പാടി രാജനേക്കാളും വീതിയേറിയ വലിയ ചെവികളുള്ള ആനയാണ് ശിവരാജു. അതേസമയം ചെവിയിലെ കീറലും ശരീരത്തിനനുസരിച്ചുള്ള കൊമ്പ് കനമില്ലായ്മയും ഒരു പോരായ്മ തന്നെയാണ്. ശിവരാജുവിന്റെ ചെവിയുടെ അത്ര വലിപ്പമില്ലെങ്കിൽ കൂടിയും മനോഹരമായ വലിപ്പമുള്ള ചെവിയും കട്ടികൂടിയ കൊമ്പുകളും പാമ്പാടി രാജന്റെ പ്രത്യേകതയാണ്. എല്ലാം തികഞ്ഞവർക്ക് ആയുസ് കുറയും എന്നതുകൊണ്ടാകാം ചെറിയ ചെറിയ പോരായ്മകൾ ദൈവം രാജന് കൊടുത്തിട്ടുണ്ട്. ലക്ഷണത്തികവുകളുടെ അളവുകോൽ വച്ച് നോക്കി ആനയുടെ സൗന്ദര്യം വർണ്ണിക്കുന്ന ആനപ്രേമികൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ആന കേരളത്തിലെ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള ഈ 2 ആനകളും കേരളത്തിലെ 1ാം നിര ആനകളുടെ ലിസ്റ്റിൽ മുൻപന്തിയിലാണ്. ലക്ഷങ്ങൾ മുടക്കിയാണ് ഈ 2 ആനകളെയും ഉത്സവപൂരപ്പറമ്പുകളിൽ എത്തിക്കുവാൻ ആനപ്രേമികൾ മത്സരിക്കുന്നത്. ഗജകുല പ്രജാപതികളായ രാജനും രാജുവിനും ജഗദീശ്വരൻ ദീർഘായുസ് നൽകാൻ പ്രാർത്ഥിക്കാം.